നടൻ മമ്മൂട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തു. പവർ ഗ്രൂപ്പ് സിനിമയിൽ ഇല്ല, അങ്ങനെ ശക്തി കേന്ദ്രങ്ങൾക്ക് സിനിമയിൽ നിലനിൽക്കാനാകില്ല. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നന്മയും തിന്മയുമൊക്കെ സിനിമാ മേഖലയിലും ഉണ്ടാകും. പക്ഷേ സിനിമാ മേഖലയിൽ എന്തെങ്കിലും നടന്നാൽ അത് പൊതുജനം വലിയ ചർച്ചയാക്കും, വലിയ ആവേശത്തോടെ ചർച്ച ചെയ്യും. അതുകൊണ്ട് സിനിമാ മേഖലയിലുള്ളവർ മോശപ്പെട്ട കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. അതിന് അദ്ദേഹം ന്യായം പറയുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് ആ പ്രതികരണം വന്നത്. ഞാൻ ഈ പ്രതികരണം ഇപ്പോൾ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ്. അമ്മ എന്ന സംഘടന ഒരു തലപ്പത്തുണ്ട്. അവർ പറയാതെ, അവരുടെ നയം വ്യക്തമാക്കാതെ അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകർ എങ്ങനെ അഭിപ്രായം പറയുമെന്ന ആശങ്കയാണ് മമ്മൂട്ടിയെ ഇത്രയും കാലം, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, ഇത്രയധികം കോളിളക്കങ്ങളുണ്ടായി, വെളിപ്പെടുത്തലുകളുണ്ടായി, നടന്മാർക്കെതിരെ, പ്രമുഖ നടന്മാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പോഴും മമ്മൂട്ടി മിണ്ടാതിരുന്നത് അമ്മയുടെ നയം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ മോഹൻലാൽ അത് വ്യക്തമാക്കി കഴിഞ്ഞു. മോഹൻലാലും ഇതേ കാര്യം തന്നെയാണ് മോഹൻലാലും സൂചിപ്പിച്ചത്. മോഹൻലാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും സിനിമാ മേഖലയിൽ നടപ്പിലാക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. അതിൻ്റെ പിന്നാലെയാണ് മമ്മൂട്ടി FB പോസ്റ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ തമിഴ് ഗായിക സുചിത്ര ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വേറെ തരത്തിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും മമ്മൂട്ടി, മോഹൻലാൽ, പിണറായി വിജയൻ ഈ ത്രയങ്ങൾ പുതുതലമുറയിലെ നടന്മാരെ ഒതുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു വെച്ചതെന്നാണ് സുചിത്രയുടെ വെളിപ്പെടുത്തൽ. ഒരു യൂട്യൂബ് ചാനലിലാണ് സുചിത്ര ഈ അഭിമുഖം നൽകിയത്. അവർ പറയുന്നത് ഫഹദ് ഫാസിലിനെ പോലുള്ള യുവ താരനിരയാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നട്ടെല്ല്. അവരാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. മമ്മൂട്ടി പുതിയ സിനിമകളൊക്കെ ചെയ്യുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം അത്രയുമായി, അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും പഴയ സൂപ്പർ താരങ്ങളെന്ന നിലയിൽ അദ്ദേഹമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. അതിനൊരുപാട് പ്രയത്നിച്ച് അവർ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും പുതിയ നടന്മാർ ഉയർന്നു വരുന്നത് ഇവർക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്നാണ് ഹേമ കമ്മിറ്റി സജ്ജീകരിച്ചത് തന്നെയും എന്നാണ് സുചിത്രയുടെ ആരോപണം. അങ്ങനെയൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചെയ്യുമോ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്നത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്നത് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും സുചിത്ര ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ റിമ കല്ലിങ്കലും മറ്റൊരു പ്രസ്താവനയുമായി രംഗത്തെത്തി. റിമയ്ക്കെതിരെയും സുചിത്ര ഒരു വലിയ പരാമർശം നടത്തിയിരുന്നു. റിമയുടെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടികളും DJ പാർട്ടികളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ, പോലീസ് റെയ്ഡൊക്കെ നടന്നു എന്ന തരത്തിലായിരുന്നു സുചിത്ര പറഞ്ഞത്. പക്ഷേ റീമയുടെ വീട്ടിലോ അല്ലെങ്കിൽ ആഷിഖ് കപൂറിൻ്റെ വീട്ടിലോ മറ്റോ ഇത്തരം ഒരു സംഭവത്തിൽ പോലീസ് റെയ്ഡ് നടന്നതായിട്ടൊന്നും നമുക്ക് കേട്ടുകേഴ്വിയൊന്നുമില്ല. എന്നാൽ ഈ സുചിത്രയുടെ ഈ ആരോപണം വലിയ തോതിൽ ചർച്ചയായി. അതുകൊണ്ട് തന്നെ റീമ പോലീസിനെ നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ പോലീസ് കേസ് അല്ലെങ്കിൽ നിയമ നടപടി, മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് റീമ അവരുടെ കുറിപ്പിൽ പറയുന്നത്. അവരും ഇക്കാര്യം തന്നെ പറയുന്നു. ഈ മോഹൻലാലും മമ്മൂട്ടിയും പിണറായി വിജയനും കൂടി ചേർന്നിട്ടാണോ ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്? എന്നാൽ അങ്ങനെ അല്ല, WCCയുടെ ഇടപെടലാണ്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് WCC എന്ന സംഘടന രൂപീകരിക്കപ്പെടുകയും അവരാണ് സിനിമാ മേഖലയിലെ ചൂഷണത്തിനെതിരെ അല്ലെങ്കിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് പ്രായോഗിക തലത്തിൽ അതിന് മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റി വേണം, കമ്മിറ്റിയെ അന്വേഷിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുണ്ടായ സാഹചര്യമൊക്കെ റിമ പറയുന്നതായിരിക്കും കൂടുതൽ സത്യം. കാരണം സുചിത്രയ്ക്ക് ഇതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. പിന്നെ സുചിത്ര പറയുന്ന മറ്റൊരു കാര്യം, മമ്മൂട്ടിയെ മോഹൻലാലിനെ കുറിച്ചൊക്കെ ആദ്യമേ തന്നെ കടന്നാക്രമിച്ചു. പിന്നെ പറയുന്നത് അതിജീവിതയായ നടിക്കെതിരെയും തുറന്ന ആക്രമണമാണ് സുചിത്ര നടത്തുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള തുറന്നു പറച്ചിലായിരുന്നില്ല സുചിത്രയുടേത് എന്ന് എടുത്തു പറയേണ്ടി വരും. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മമ്മൂട്ടിയുടെ ശക്തമായ പ്രതികരണം വന്നു കഴിഞ്ഞു.